ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടും കയ്പില്ലാതെ ഒരു അടിപൊളി നാരങ്ങ അച്ചാർ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നന്നായി പഴുത്ത നാരങ്ങ വേണം നമ്മൾ എടുക്കാൻ. ഞാനിവിടെ 1 കിലോ നന്നായി പഴുത്ത ചെറുനാരങ്ങ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം തുടച്ച് അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ച് വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ച് ഒരു 6-7 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. നാരങ്ങ പൊട്ടിപ്പോകുന്നതിന് മുമ്പ് നമ്മൾ എടുക്കണം. ഇപ്പോൾ ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. നാരങ്ങ എല്ലാം നമുക്ക് വെളിയിലെടുത്ത് അതിലെ വെള്ളമയം എല്ലാം നന്നായിട്ട് തുടച്ച് വെക്കണം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നാരങ്ങയുടെ വലിപ്പം അനുസരിച്ച് 4, 6, 8 പീസസായിട്ട് കട്ട് ചെയ്ത് വെക്കണം. വലിയ നാരങ്ങ ആണെങ്കിൽ 6 8 കട്ട് ചെയ്യാം. ഇപ്പം നാരങ്ങ എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ബാക്കി ഉപ്പുപൊടി ആവശ്യമുള്ളത് നമുക്ക് അവസാനം ചേർത്താൽ മതി. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ചേർക്കാം. ഇനി കായപ്പൊടി ഒരു 1.5 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വയ്ക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ ഇതിൽ അല്പം ഒരു വെള്ളം വരും. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 8 ഏലക്കായും 4 ഗ്രാമ്പൂവും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല മണമാണ് ഈ അച്ചാറിന്. അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകും കൂടെ ചേർത്ത്, പാൻ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. നമുക്കിതിനി വാങ്ങി വയ്ക്കാം. തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പം മിക്സിയുടെ ചെറിയ ബൗളിലിട്ട് നന്നായിട്ടിത് പൊടിച്ചെടുത്തിത് മാറ്റി വയ്ക്കാം. നമ്മളിതിൽ വേറെ പിക്കിൾ പൗഡറൊന്നും ചേർക്കുന്നില്ല. നമ്മൾ തന്നെ തയ്യാറാക്കുന്ന പൊടികളാണ് ഇതിൽ ചേർക്കുന്നത്. ഇനി അതേ പാൻ തന്നെ അടുപ്പിൽ വെച്ച് അതിലേക്ക് 200 മില്ലി നല്ലെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. നല്ലെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് 1 കപ്പ് വെളുത്തുള്ളി പൊളിച്ചത് ചേർത്ത് വഴറ്റി എടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം. ഒരുപാട് മൂത്ത് പോകുന്നതിന് മുമ്പ് നമ്മളിത് കോരിയെടുക്കണം. അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പം നമ്മൾ വെളുത്തുള്ളിയെല്ലാം കോരി വെച്ചിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചി അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്, ഇഞ്ചിയും നമുക്ക് 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചേർക്കാം. ഇഞ്ചി ചേർത്ത് ഒരുവിധം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളൊരു 6-7 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഈ ഇഞ്ചിയും പച്ചമുളകും ഇതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതും നമ്മൾ കോരി മാറ്റി വയ്ക്കണം. വെളുത്തുള്ളി കോരി വെച്ച അതേ ബൗളിലേക്ക് തന്നെ നമ്മൾ ഈ ഇഞ്ചിയും പച്ചമുളകും വഴറ്റിയതുകൂടെ നമുക്ക് എടുത്തു വയ്ക്കാം. ഇപ്പം എണ്ണ നല്ല ചൂടായിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ കടുക് ചേർത്ത്, കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ 1 പിടി കറിവേപ്പില നന്നായിട്ടൊന്ന് മൂക്കണം. ഇപ്പം എണ്ണ നല്ല ചൂടാണ്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എണ്ണയും പാനും ചൂടായതുകൊണ്ട് ഇനി ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടി, അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും 4 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയും ചേർക്കാം. എരിവ് കൂടുതൽ വേണമെന്ന് ആവശ്യമുള്ളവർക്ക് അങ്ങനെ പകുതി വീതം ചേർക്കാം. പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നാരങ്ങയിൽ അല്പം വെള്ളം വന്നിട്ടുണ്ട്, അതുകൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഇനി നമ്മൾ തീയൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. അരപ്പെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നാരങ്ങയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിക്കാം. ഏറെ നാളുകൾ കേടാകാതെ ഇരിക്കുന്ന നല്ല മണവും അടിപൊളി രുചിയുമുള്ള ഒരു നാരങ്ങ അച്ചാറാണിത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരുന്ന നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇപ്പോൾ ഓണത്തിൻ്റെ പേർക്കൊക്കെ ഇപ്പോഴേ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ ആ സമയമാകുമ്പോഴത്തേക്ക് നല്ല മയമായിട്ട് ഇരിക്കും, ഒട്ടും കയ്പും ഇല്ലാതെ ഇരിക്കും. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ പൊടി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ശർക്കര അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർക്കാം. പകരം പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം. ഇത് ചേർക്കുമ്പോഴത്തേക്ക് ഒട്ടും കയ്പില്ലാതെ ഇരിക്കും. നാരങ്ങയ്ക്ക് നല്ല മയവുമായിരിക്കും ഇങ്ങനെ നമ്മൾ ചേർത്ത് തയ്യാറാക്കുമ്പോഴത്തേക്ക്. ബ്രൗൺ ഷുഗറും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. അല്പം ഉപ്പുപൊടിയുടെ കുറവുണ്ട്, അതുകൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് വിനാഗിരി ചേർക്കണം. ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് വിനാഗിരി നമുക്ക് തിളപ്പിക്കാം. 1 കപ്പ് വിനാഗിരി, 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ വിനാഗിരി നമുക്ക് ചേർക്കാം. വിനാഗിരി നന്നായിട്ട് തിളച്ച് അതല്പം ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് നാരങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം അല്പം ലൂസായതുപോലെയാണ്, ഒരുപാട് ഗ്രേവി ആയതുപോലെയാണ് ഇത് ഇരിക്കുന്നത്. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരും. തണുത്ത് കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണയും കൂടെ ഒരു പാനിലേക്ക് ഒഴിച്ച് ചൂടാകുമ്പോൾ അതുകൂടെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. അതുകൂടെ ചേർത്ത് ഇനി ഇളക്കണ്ട, നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകി ഇരിക്കും. അച്ചാറിട്ട് വെക്കാനുള്ള ഗ്ലാസ് ഭരണികൾ നന്നായിട്ട് കഴുകി വെയിലിൽ നന്നായിട്ട് ഉണങ്ങി വെക്കണം. ഉണങ്ങിയ ബൗളിലേക്ക്, ഗ്ലാസ് ഭരണിയിലേക്ക് വേണം നമ്മളിത് ചേർത്ത് വെക്കാൻ. അപ്പം ഏറെ നാളുകൾ കേടാകാതെ ഇരിക്കുന്ന അടിപൊളി സ്വാദുള്ള ചോറിനും ബിരിയാണിക്കും ഒക്കെ സൂപ്പറാണ് ഈ നാരങ്ങ അച്ചാർ. നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളുടെ വിലയേറിയ കമൻസ് പ്രതീക്ഷിക്കുന്നു.